നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ക്യാൻസർ ചികിത്സയിലാണ് സോഷ്യൽ മീഡിയ താരമായ രേണു സുധി ഇപ്പോഴുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് രേണു ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തന്റെ രോഗത്തെക്കുറിച്ച് വ്യക്തമാക്കിയ രേണു ചികിത്സയുടെ വിശദാംശങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. ക്യാൻസർ ചികിത്സയുടെ കഠിനമായ നാളുകളിലൂടെ കടന്നു പോകുമ്പോഴും തനിക്ക് ലഭിച്ച ഒരു സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ രേണു സുധി. യൂട്യൂബിൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടതിന് പിന്നാലെ താരത്തിന് യൂട്യൂബിൽ സിൽവർ പ്ലേ ബട്ടൺ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ വീഡിയോയിലൂടെയാണ് ഈ സന്തോഷ വാർത്ത രേണു ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത്. കുടുംബത്തോടൊപ്പം യൂട്യൂബിന്റെ ലോഗോ പതിച്ച് പ്രത്യേകതരം കേക്ക് മുറിച്ചാണ് രേണു ഈ നേട്ടം ആഘോഷിച്ചത്. ഈ അംഗീകാരം ലഭിക്കുവാൻ കാരണമായ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും രേണു നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. പ്ലേ ബട്ടൺ ഇത്ര പെട്ടെന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പിന്തുണ നൽകണമെന്നും അത് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ എനിക്ക് വലിയ സഹായമാകുമെന്നും രേണു അഭ്യർത്ഥിക്കുന്നുണ്ട്. രണ്ടാമത്തെ കീമോതെറാപ്പിയും പൂർത്തിയായി വീഡിയോയിൽ രേണു അറിയിക്കുന്നുണ്ട്. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നമുക്ക് യൂട്യൂബ് പ്ലേ ബട്ടൺ കിട്ടി. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് ഇത്. അപ്രതീക്ഷിതമായിട്ടാണ് പ്ലേ ബട്ടൺ കിട്ടിയത്. എത്ര പെട്ടെന്ന് എനിക്ക് പ്ലേ ബട്ടൺ കിട്ടുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ വലിയ നന്മയാണ് ഈ പ്ലേ ബട്ടൺ എന്ന് എനിക്ക് കിട്ടാൻ കാരണമായത് എന്നാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ രേണു സുധി തന്നെ പറഞ്ഞത്. കീമോതെറാപ്പിയുടെ നിലവിലെ ഘട്ടത്തെക്കുറിച്ചും രേണു പറയുന്നുണ്ട്. എൻ്റെ രണ്ടാമത്തെ കീമോ കഴിഞ്ഞു. ഞാൻ 2 ആഴ്ച വളരെയധികം ദുഃഖതയും പ്രയാസവും ഒക്കെയായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അത്. കീമോ കഴിഞ്ഞുള്ള അവസ്ഥ അനുഭവിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് എന്നായിരുന്നു രേണു സുധിയുടെ വാക്കുകൾ. രോഗചികിത്സയെക്കുറിച്ച് രേണുവിന് ഒപ്പമുണ്ടായിരുന്ന സഹോദരി രമ്യയും പറയുന്നുണ്ട്. 31-ാം തീയതിയാണ് അവളുടെ 3ാമത്തെ കീമോ. 2ാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ നേരത്തതിനേക്കാൾ വളരെ ക്ഷീണിതയായിരുന്നു അവൾ. പഴയതുപോലെ ഒന്ന് ആക്റ്റീവായി ഇരിക്കുവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസമേ ആയിട്ടുള്ളൂ. ഇതുവരെ രേണുവിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഞാൻ വീണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനകളെ ചോദിക്കുകയാണ്. തുടർന്നും നിങ്ങൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ദൈവാനുഗ്രഹവും നിങ്ങളുടെ സഹായങ്ങളും നിങ്ങളുടെ സ്നേഹവും മാത്രമാണ് അവളെ ഇതുവരെയും എത്തിച്ചത് എന്നായിരുന്നു സഹോദരിയുടെ വാക്കുകൾ. എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന്. കാരണം എന്റെ മൈൻഡ് പവറും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവമുള്ളത് കൊണ്ട് ഞാൻ തിരിച്ചു വരുമെന്ന്. 4 കീമോയും കൂടെ ഇനിയുമുണ്ട്. ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണ്. ഈ ഒരു രോഗത്തിന് പൊരുതി ഞാൻ തിരിച്ചു വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അല്ലാതെ എവിടെ പോകാനല്ലേ? ഞാൻ തിരിച്ചു വരും. നിങ്ങളൊക്കെ അറിയാമല്ലോ അത്. ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പെട്ടെന്ന് ഒരു സമയത്ത് ക്യാൻസർ എന്ന മഹാരോഗം വരുമ്പോൾ കിടപ്പാകുന്നു. ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെയാകുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അനുഭവിച്ചവർക്ക് മനസ്സിലാകുമായിരിക്കും. ഒരു കടയിൽ പോലും പോകുവാൻ എനിക്ക് പറ്റുന്നില്ല. കീമോ കഴിഞ്ഞതോടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹോസ്പിറ്റൽ, വീട്, വീട്, ഹോസ്പിറ്റൽ, അങ്ങനെയാണ് ഇപ്പോൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. രേണു സുധി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതേസമയം അച്ഛൻ നേരത്തെ മരണപ്പെട്ടത് കൊണ്ടും താൻ ക്യാൻസർ രോഗി ആയതുകൊണ്ടും താൻ ഉടനെ മരിക്കുമെന്ന് വിധിയെഴുതി കുഞ്ഞിന്റെ അവകാശം തട്ടിയെടുക്കാൻ ചിലർ നീക്കം നടത്തുന്നുണ്ടെന്നും എന്നാൽ കുഞ്ഞിന് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കുഞ്ഞിന്റെ അവകാശം എന്റെ മാതാപിതാക്കൾക്കും ചേച്ചിക്കുമായിരിക്കുമെന്നും രേണു അടുത്തിടെ നൽകിയ വീഡിയോയിലൂടെ പറയുന്നുണ്ടായിരുന്നു. ഓരോ കീമോയ്ക്ക് വേണ്ടിയും 2 ലക്ഷത്തിന്റെ മരുന്ന് എടുക്കണമെന്നും അതിനു വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ താൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ആയിരുന്നു രേണു സുധി വ്യക്തമാക്കിയിരുന്നത്. എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും അടുത്ത കീമോ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്ക് പോലും അറിയില്ലെന്നും പക്ഷേ ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുമെന്നും രേണു ഉറച്ച വിശ്വാസത്തോടെ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ചികിത്സയ്ക്ക് ഭാരിച്ച ചെലവ് വരും എന്നതുകൊണ്ട് തന്നെ അസുഖബാധിതയായി കിടക്കുമ്പോഴും രേണു വ്ലോഗുകൾ ചെയ്ത് യൂട്യൂബിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. രേണു ആയിരുന്നു കുടുംബത്തിലെ ഏക വരുമാന മാർഗം. രോഗാവസ്ഥയിലും രേണുവിനെ അലട്ടുന്നത് മകൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന ചിന്തയാണ്. അതേസമയം ബിഷപ്പ് സുധിനിലയത്തിൽ വന്നിരുന്ന ഒരു വീഡിയോയും രേണു തന്റെ വീഡിയോയിലൂടെ പങ്കുവെക്കുകയുണ്ടായി. രേണുവിനായി പ്രാർത്ഥിക്കുന്നതിന്റെയും രേണു നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വിശദീകരിക്കുന്ന ഒരു വീഡിയോയും ഇതിന് പിന്നാലെ രേണുവിന്റെ യൂട്യൂബ് ചാനലിൽ വരികയുണ്ടായി. ക്യാൻസർ രോഗത്തോട് പൊരുതുന്ന രേണു സുധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറയുന്നുണ്ട്. ഈ അവസ്ഥയിലും രേണുവിനെ വിടാതെ വിമർശനം തുടരുന്നത് തെറ്റാണെന്നും ബിഷപ്പ് രേണുവിന്റെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ വേദനിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും നമ്മൾ അവരോടൊപ്പം
അവരോടൊപ്പം നിൽക്കുക എന്നതാണ് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം. അവരുടെ പ്രയാസ സമയത്ത് അവരെ ഒരു വിഭാഗം ആൾക്കാർ തീർച്ചയായും പ്രാർത്ഥനയിൽ ഓർത്ത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. എന്നാൽ മറുവിഭാഗം എപ്പോഴും ഭയങ്കരമായി സൈബർ ബുള്ളിയിങ് ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് ഞാനും രേണു സുധിയും തമ്മിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. വ്യക്തിപരമായി ഞാനും രേണു സുധിയും തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി പരസ്പരം മറുപടികൾ പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രേണു ക്യാൻസർ രോഗിയായി വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശ്രമത്തിലാണ് ഇപ്പോഴുള്ളത്. നിഷ്കളങ്കയായ സ്നേഹവും രേണുവിന്റെ കുഞ്ഞിന് നമ്മളോടുമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാമ്പത്തികമായുള്ള സഹായത്തെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആശ്വസിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ആശ്വസിപ്പിക്കുക. രേണുവിനെ വെറുക്കുന്നവരോട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ലെന്നും ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറയുകയുണ്ടായി. അതേസമയം ആക്റ്റീവായി വീഡിയോകൾ ചെയ്യുന്നുവെന്നതിനാൽ തന്നെ രേണു സുധിക്ക് അർബുദമില്ലെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ മരുന്നുകളുടെ പേരും രേണുവിന്റെ അസുഖത്തിന്റെ വിശദ വിവരങ്ങളും പങ്കുവച്ചുകൊണ്ട് കുടുംബം രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അസുഖത്തിന്റെയോ മരുന്നുകളുടെയോ വിലയുടെ കാര്യത്തിലോ രേണു പറഞ്ഞതൊന്നും കള്ളമല്ലെന്നാണ് ബില്ല് അടക്കം പുറത്തുവിട്ടുകൊണ്ട് രേണുവിന്റെ സഹോദരി പറഞ്ഞത്. എങ്ങനെയെങ്കിലും രേണുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കുന്നതെന്നും കുടുംബം പറയുന്നുണ്ട്. രേണുവിന്റെ സഹോദരിയുടെ വാക്കുകളിലൂടെ നമുക്ക് തുടർന്ന് വായിക്കാം. രേണുവിന്റെ രോഗം കള്ളമാണെന്ന് പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവൾ എടുക്കുന്ന മരുന്നുകളെ കുറിച്ചും ചില വ്ലോഗേഴ്സ് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതായി കാണുകയുണ്ടായി. രേണുവിനെ സ്നേഹിക്കുന്നവർക്ക് പോലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനാൽ അവർ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു വീഡിയോ ഇവിടെ ഇടുന്നത്, അല്ലാതെ വ്ലോഗേഴ്സിനെ ബോധിപ്പിക്കുവാൻ വേണ്ടിയല്ല. രേണുവിന്റെ സ്ഥാനാർബുദം HER2 പോസിറ്റീവാണ്. അതിതീവ്രമായി പടരുന്ന ക്യാൻസറാണ്. അവയ്ക്ക് എതിരെ നൂതനമായ ചികിത്സകൾ കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ. ടാർഗറ്റ് തെറാപ്പി ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഓരോ കീമോയ്ക്കും മുന്നോടിയായി ആ ഇഞ്ചക്ഷൻ കൊടുക്കണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. കാർബോപ്ലാറ്റി എന്ന മെഡിസിനാണ് രേണുവിന് കീമോയായി കൊടുക്കുന്നത്. അതിനു മുൻപായി ഒരു ആന്റിബോഡി ഇഞ്ചക്ഷനും നൽകുന്നുണ്ട്. ഇതിന് 2 ലക്ഷത്തിന് മുകളിലാണ് വില. അക്കാര്യമാണ് രേണു നിങ്ങളോട് പറഞ്ഞത്. 6 കീമോയാണ് ചെയ്യേണ്ടത്. അത് കഴിയുമ്പോൾ സർജറിയും ചെയ്യണം. 6 കീമോയ്ക്ക് ശേഷം നേരത്തെ നിങ്ങളെ കാണിച്ച ഇഞ്ചക്ഷനും എടുക്കണം. പിന്നെ പലരും ഈ ഇഞ്ചക്ഷൻ 5000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് എവിടെയാണ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞങ്ങൾക്കും പറഞ്ഞു തന്നിരുന്നുവെങ്കിൽ വലിയ ഉപകാരമായേനെ. ചില ക്യാൻസർ രോഗികൾ വിളിച്ചു സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡുകളെല്ലാം ചിലർ പുറത്തുവിടുന്നത് കേട്ടിരുന്നു. അതിൽ ഞങ്ങൾക്ക് ചികിത്സയ്ക്കും മരുന്നിനും രേണു പറയുന്നത് പോലെ പണം ചിലവായില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ക്യാൻസർ പല ടൈപ്പിലുണ്ടെന്നും പല സ്റ്റേജ് ഉണ്ടെന്നും ട്രീറ്റ്മെന്റുകൾ പല ടൈപ്പാണ് എന്നുമാണ്. HER2 പോസിറ്റീവാണ് എന്നതുകൊണ്ട് തന്നെ 2 ലക്ഷം വിലയുള്ള ആന്റിബോഡി ഇഞ്ചക്ഷൻ രേണുവിന് നൽകേണ്ടി വരുന്നുണ്ട്. രേണു കള്ളം പറയുകയാണെന്നും എത്ര പേർക്ക് ഇതെല്ലാം മനസ്സിലാകുമെന്നും എനിക്ക് അറിയില്ല. രേണുവിന് ക്യാൻസർ ആണെന്നത് കെട്ടിച്ചമച്ച കഥയാണെന്ന് പറയുന്നവരുണ്ടെന്നും വീട്ടിൽ ആരെങ്കിലും ക്യാൻസർ രോഗം വന്ന് ചികിത്സയിൽ കഴിയുന്നുണ്ടെങ്കിൽ അവരാരും മറ്റു രോഗികളെ ഇത്തരത്തിൽ കളിയാക്കുകയില്ലെന്നുമായിരുന്നു രേണു സുധിയുടെ ചേച്ചി പറഞ്ഞത്. ഓരോ കീമോ കഴിയുമ്പോഴും ശാരീരിക അസ്വസ്ഥതകൾ പതിവാണ്. ഛർദി, ലൂസ് മോഷൻ തുടങ്ങിയ പലവിധ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാറുണ്ട്. രോഗി ആ സമയം അനുഭവിക്കുന്നത് കണ്ടു നിൽക്കാൻ പോലും കഴിയില്ലാത്ത അവസ്ഥയാണ്. അതിനാൽ എല്ലാം റിക്കവറായി വരുമ്പോഴും അടുത്ത കീമോയ്ക്കുള്ള സമയമാവുകയും ചെയ്യും. രേണു എന്നും ഇങ്ങനെ കിടക്കണമെന്നാണോ നിങ്ങളുടെ എല്ലാം ആഗ്രഹം? അവളുടെ കുഞ്ഞ് രേണു തിരിച്ചു വരണമെന്നും കാത്ത് ഇരിക്കുകയാണ്. അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവളെ പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരാനാണ് ഞങ്ങൾ എല്ലാവരും കിടന്ന് ഓടുന്നത്. പറഞ്ഞതൊന്നും കള്ളമല്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ എന്നുമായിരുന്നു സഹോദരി പറഞ്ഞത്.